السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات دروس اللغة العربية لغير الناطقين بها، وما زلنا من دورة الثالثة وقسم الثاني أو القسم الثاني من دورة الثالثة. طيب، هل تذكرون أي درس كنا نقرأ أو نتدارس؟ أي درس؟ الدرس رقم الدرس 28. കുറച്ചെങ്കിലും അറബി ചോദിക്കും മനസ്സിലാവണ്ടേ? പെട്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് പറയണം. 3 കൊല്ലം നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരൊക്കെ പ്രത്യേക ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അറബിയിൽ സംസാരിക്കുന്നത് കേട്ട് ശരിയാണോ? അറബിയിൽ സംസാരിക്കാം. ഗ്രൂപ്പ് ഉണ്ടാക്കി അറബിയിൽ സംസാരമില്ല. അറബിയിൽ സംസാരമെല്ലാം മലയാളത്തിലാണ് പ്രാദേശിക ഭാഷയിൽ സംസാരിക്കുന്നത്. നല്ല പ്രാക്ടീസിന് വേണ്ടി വെറുതെ എക്സസൈസ് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. എന്തെങ്കിലും നമ്മൾ ഒരു സബ്ജക്റ്റ് കൊണ്ട് നമ്മൾ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ അനൗപചാരികമായിട്ട് ആയിക്കോട്ടെ അറബിയിലേക്ക് സംസാരിച്ചേക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഒരു വാക്ക് എങ്ങനെ പറയണം, എങ്ങനെ സംസാരിക്കും. ഇപ്പൊ ഇനി നമ്മൾ അറബി ഇനി പഠിക്കാനൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം നമുക്ക് യൂസ് ചെയ്യേണ്ട സംഗതികളൊക്കെ വരും. ഈ പാഠത്തിൽ മെയിനായിട്ട് എന്തായാലും ചർച്ച ചെയ്തത് الدرس 28 ما هي الموضوع؟ مفعول مطلق. مفعول مطلق എന്ന് പറഞ്ഞാൽ എന്താ? മുത്തലഖ് എന്ന് പറഞ്ഞാല് എന്താ പറയാ? മുത്തലാഖ് അല്ലെന്ന് മനസ്സിലായില്ല. ഓബ്ജക്റ്റ് അല്ലേ? ഏത്? ഊന്നി പറയുന്ന മുത്തലഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികം എന്നാണ്. മുത്തലഖ് എന്ന വാക്കിന്റെ അർത്ഥം നിരുപാധികം, അതിൽ ഉപാധിയൊന്നും ഇല്ലെന്നാണ്. ഇതാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. പക്ഷെ ഗ്രാമറ്റിക്കലി പറഞ്ഞാൽ മഫ്ഊൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ മഫ്ഊലായിട്ട് ഒരു പദം പറയുന്നതിന് പകരം ആ ക്രിയാധാതു തന്നെ എടുത്ത് മഫ്ഊൽ ബിഹായിട്ട് ഉപയോഗിക്കുക. അതിനാണ് ക്രിയാധാതു തന്നെ എടുത്തിട്ട് മഫ്ഊലായിട്ട് ഉപയോഗിക്കുന്നതിനാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത്. ആ മഫ്ഊൽ മുത്തലഖ് പറയുന്നതിന് പല ആവശ്യങ്ങളുണ്ട്. പ്രധാനമായും വരുന്നത് ആ ക്രിയയുടെ ഏത് രീതിയിലാണ് ആ ക്രിയ പറഞ്ഞത് എന്ന വിശദീകരണത്തിന് വേണ്ടിയാണ്. ക്രിയ പറഞ്ഞതിന്റെ വിശദീകരണത്തിന് വേണ്ടിയാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാം. ക്രിയയുടെ വിശദീകരണത്തിന് വേണ്ടിയാണ് ക്രിയാധാതു ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രിയാധാതു ഉപയോഗിച്ചു കഴിയുമ്പോൾ അതിന് ക്രിയാധാതു മഫ്ഊലായിട്ട് ഉപയോഗിക്കുന്നത് ക്രിയയുടെ വിശദീകരണത്തിന് വേണ്ടിയാണ്. ആ വിശദീകരണത്തിൽ പല ഇനങ്ങളുണ്ട്. അതിലൊന്നാണ് അതിന്റെ ഇന്റൻസിറ്റി വെളിവാക്കുന്നതിന് വേണ്ടി, തീവ്രത പറയുന്നതിന് വേണ്ടി. ഇതാ സുൽസിലത്തിലാർന്നു സുൽസാലഹ പോലെ. അതേപോലെ അതിന്റെ എണ്ണം പറയുന്നതിന് വേണ്ടി, ക്രിയയുടെ പേരിന്റെ എണ്ണം പറയുന്നതിന് വേണ്ടി, അതിന്റെ ഇനം പറയുന്നതിന് വേണ്ടി, ഇന്റൻസിറ്റി, എണ്ണം, ഇനം, രീതി, ഇതൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും മഫ്ഊൽ മുത്തലഖ്
മസ്ദറിനെ ഉപയോഗിക്കുന്നത്. മഫ്ഊൽ മുത്തലഖായിട്ട് ഉപയോഗിക്കുന്നത്. ക്രിയാധാതുവിനെ മഫ്ഊലായിട്ട് ഉപയോഗിക്കും. ആ ക്രിയാധാതുവിനെ മഫ്ഊലായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഒന്നുകിൽ അതിന്റെ ഇന്റൻസിറ്റിയോ അല്ല അതിന്റെ തീവ്രതയോ ഇനമോ രീതിയോ പ്രത്യേകതയോ ഒക്കെ പറയുന്നതിന് വേണ്ടിയാണ്. എവിടം വരെ വായിച്ചത് നമ്മള്? എന്താണ് തബറുജ്? ഇംഗ്ലീഷിലെ അർത്ഥം കൊടുത്തിരിക്കുന്നത് അവരുടെ അലങ്കാരം വെളിവാക്കുക എന്നാണ്. അലങ്കാരം അല്ലെങ്കിൽ സൗന്ദര്യം വെളിവാക്കുക എന്നാണ്. മലയാളത്തിൽ എനിക്ക് പറയാൻ പറ്റിയ വാക്ക് അഴിഞ്ഞാടുക എന്നാണ്. അഴിഞ്ഞാടുക, അതാണ് തബറുജ്. സൗന്ദര്യം വെളിവാക്കൽ മാത്രമല്ല, സൗന്ദര്യം വെളിവാക്കൽ മാത്രമല്ല തബറുജ് എന്ന് പറയുന്നത്. അതാണ് ലാ തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല. അത് നമ്മൾ വേറെ പഠിക്കേണ്ട വിഷയമാണ്. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നത് മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവരെ വഴികേടിലാക്കത്തക്ക രീതിയിൽ നടക്കുന്ന നടത്തമാണ്. അതുകൊണ്ട് സ്വന്തം വ്യക്തിക്കും മറ്റുള്ളവർക്കും സമൂഹത്തിനും എന്താണ് ഫസാദ് ഉണ്ടാവും, കുഴപ്പമുണ്ടാവും. അവിടം വരെയാണ് വായിച്ചു നിർത്തിയെന്ന് തോന്നുന്നു അല്ലേ? തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല. അതെ, അവിടെ തബറുജ എന്നത് ഏത് ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ്? തദക്കറ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് തബറുജ് എന്ന് വന്നത്, തദക്കുർ എന്നാണ്. അപ്പൊ നമ്മൾ ആ ക്രിയയും പട്ടികയൊക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ പിന്നെ ഏത് ക്രിയ വന്നാലും ആ രീതിയിൽ നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. ഒന്ന് ലാ തബറജ്ന, തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല. ലാ തബറജ്ന എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ലാ തതബറജ്ന എന്നാണ്. ലാ തതബറജ്ന എന്നാണ്. ലാ തതദക്കർ എന്നാണ് വരിക. തദക്കറ ഗ്രൂപ്പിന്റെ കൽപ്പന എന്താ വരിക? വിരോധക്രിയ ലാ തതദക്കർ. അപ്പോ തദക്കറ ഗ്രൂപ്പിൽ രണ്ട് അടുപ്പിച്ച് വന്നാല് ഒരു എന്ത് ചെയ്യാം? ഒരു ഡിസ്കൗണ്ട് കൊടുക്കാം. അതാണ് തനസ്സലുൽ മലായികത്തു എന്നുള്ളത്. തതനസ്സലു എന്നാണ്. മുതാരിന്റെ ഇതാണ് എന്നുള്ളത്. തബറജയുടെ മുതാരി എന്തായിരിക്കും വരിക? തദക്കറ എന്നല്ലേ വരിക? അല്ലയോ പെണ്ണുങ്ങളെ, നിങ്ങൾ എന്ന് പറഞ്ഞ പോലെ, അല്ലയോ പെണ്ണുങ്ങളെ നിങ്ങൾ അഴിഞ്ഞാടരുത്. തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല. ഇപ്പൊ നടക്കുന്ന അതാണ് യഥാർത്ഥത്തില് ജാഹിലിയ്യത്താണ് നടക്കുന്നത്. ഇപ്പോഴുള്ള വിചാരിക്കുന്നത് അത് പുരോഗതി എന്നാണ്, പുരോഗമനം എന്നാണ്, ഞങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്ന സംഭവമാണെന്നാണ്. അങ്ങനെയല്ല, പണ്ടേ ഉണ്ടായിരുന്നതാണ്. പണ്ടേ ഉണ്ടായിരുന്നതിനെ ആണ് ഖുർആനും റസൂലും വിലക്കിയത്. എന്നിട്ട് എന്താ പറഞ്ഞത്? വഖർന ഫീ ബുയൂത്തികുന്നാണ്. അതുകൊണ്ടാണ് അവർ അഴിഞ്ഞാടിയിരുന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്? കർണ എന്ന് പറഞ്ഞത്. കർണയുടെ അർത്ഥം എന്താ? വഖർന ഫീ ബുയൂത്തികുന്ന. ഈ ആയത്തിന് തൊട്ട് മുമ്പുള്ളത് ബാക്കി വായിച്ചു നോക്കിയാൽ
ഏതായത് സുഖാണ്. അഹ്സാബിലെ 33 ആയത്ത്. അപ്പൊ 32 ആയത്ത് വായിച്ചു നോക്കിയ. അല്ല, അതിൽ തന്നെ 33 ആയത്ത് തന്നെയാണ്. കർണഫി ബുയൂത്തിക്കുന്ന എന്ന് പറഞ്ഞിട്ടാണ് വലാ തബറുജന എന്ന് പറഞ്ഞത്. നമ്മൾ വീട്ടിൽ അടങ്ങി ഒടുങ്ങി കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന്റെ കാരണം നോക്കില്ല, അത് പറഞ്ഞ വാക്യം മാത്രമേ നോക്കുള്ളൂ. എനിവേ, അൽ മുദരിസ് യാ അഹ്മദു, അഹമ്മദ്. അപ്പൊ വിളിച്ചപ്പോ എന്ത് ചെയ്തു? അഹമ്മദ് പറഞ്ഞു ലബൈക്ക് യാ ഉസ്താദ്. ലബൈക്ക് എന്ന് പറഞ്ഞാൽ ഐ ആം ഹിയർ എന്നാണ് നമ്മൾ മലയാളം പറയുന്നത്. ലബൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ ഉത്തരവ് എന്ന് പറയുമല്ലോ. അടിയൻ വിളി കേൾക്കുമ്പോഴത്തേക്ക് അടിയൻ ഉത്തരവ് എന്നൊക്കെ പറയുമല്ലോ. ആ ശൈലിയാണ് ലബൈക്ക്. അപ്പോ സാധാരണഗതിയിൽ ഉസ്താദ് വിളിക്കുന്നതിന് എന്താ പറയാ, ഞാൻ എന്നോ അല്ലെങ്കിൽ ഹാദിർ എന്നൊക്കെയാണ് സാധാരണഗതിയിൽ പറയുന്നത്. ഇവിടെ ഒരു പ്രയോഗം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലബേക്ക എന്നുള്ള സാധാരണ നമ്മൾ മദ്രസയിൽ ലബേക്ക ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അത് ഉത്തരവ്, ഞാൻ ഇതാ ഇവിടെ ഉണ്ട്, അടിയൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു എളിമയുടെ ഭാഗത്തിലാണ് ലബേക്ക ഉള്ളത്. അതാണ് ലബേക്ക് അല്ലാഹുമ്മ ലബേക്ക് എന്ന് പറയുന്നത്. അള്ളാഹയോട് പറയേണ്ട പ്രയോഗമാണ്. എന്ന് വിചാരിച്ചത് മനുഷ്യന്മാർക്കിടയിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പം ഇല്ല. ലബേക്ക് യാ ഉസ്താദ്, ഉസ്താദ് ഞാനിവിടെ ഉണ്ട്, ഉസ്തരവ്. അതജ്ലിസു ഫിൽ ഫസ്ലി ഹാദിഹിൽ ജൽസത, അതജ്ലിസു ഫിൽ ഫസ്ലി ഹാദിഹിൽ ജൽസത്ത്. ജൽസത്ത് നമ്മൾ ക്ലാസിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു നമ്മൾ കേട്ട് കാണാം. ജൽസത്ത്, ജൽസത്ത് എന്ന് പറഞ്ഞാൽ, ജിൽസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റിംഗ്. സിറ്റിംഗ് മലയാളത്തിൽ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സിറ്റിംഗ് എന്ന് പറയല്ലോ. ഒരു സിറ്റിംഗ് നടക്കുകയാണെന്ന് പറയും. മന്ത്രി സിറ്റിംഗ് വിളിച്ചിരിക്കുകയാണെന്ന് പറയും. ആ സിറ്റിംഗ് ആണ് ജിൽസത്ത്, സിറ്റിംഗ്. ആ തജ്ലിസു, നീ ഇരിക്കുകയാണോ, ഫിൽ ഫസ്ലി ക്ലാസ്സിൽ, ഹാദിഹിൽ ജിൽസത്ത, ഈ ഇരുത്തം. അപ്പൊ ഈ ഇരുത്തം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇരുത്തത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ജിൽസത്ത് എന്ന ക്രിയാധാതു ഉപയോഗിച്ചത്. ക്രിയാധാതു ഉപയോഗിച്ചു ഹാദിഹിൽ ജിൽസത്ത്. അപ്പൊ ജിൽസത്തിന്റെ എന്തിനാണ്? ജിൽസത്തിന്റെ ഇനം, രീതി വ്യക്തമാക്കുന്നതിനാണ് മഫ്ഊൽ മുത്ലഖ് ഉപയോഗിച്ചത്, മസ്ദർ ഉപയോഗിച്ചത്. മഫ്ഊലായിട്ടല്ല വരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി അങ്ങനെയാണ്, റിസൾട്ടിൽ അങ്ങനെയാണ് വരുന്നത്. തജ്ലിസു ജിൽസത്തൻ എന്നാണ് വരേണ്ടത്. തജ്ലിസു ജിൽസത്തൻ, ഇരുത്തം ഇരിക്കുകയാണോ എന്നാണല്ലോ ചോദ്യം. യഥാർത്ഥത്തിൽ അതിന്റെ റിസൾട്ട് അതിലെ വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് പ്രത്യേകം വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളെന്ത് മനസ്സിലാക്കിയാൽ മതി? ക്രിയാധാതുവാണ് വന്നിരിക്കുന്നത്. അതിന്റെ രീതി വിശദീകരിക്കാൻ വേണ്ടിയാണ് ക്രിയാധാതു ഉപയോഗിച്ചത്. തജ്ലിസു ഫിൽ ഫസ്ലി ഹാദിഹിൽ ജിൽസത്ത. അപ്പൊ ഈ സിറ്റിങ്ങിലാണ് എന്നല്ല, ഈ ഇരുത്തം ഇരിക്കുകയാണോ. പിന്നെന്താ വിഷയ ബാക്കി അടുത്തത്? ഇജ്ലിസ് ജിൽസത്ത ത്വാലിബി ഇൽമിൻ. നീ എന്തിരുത്തായിരിക്കണം? ഇജ്ലിസ് ജിൽസത്ത ത്വാലിബി ഇൽമിൻ. താലിബ് ഇൽം എന്ന് പറഞ്ഞാൽ എന്താ? താലിബ് ഇൽം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
മലയാളത്തിൽ ഒറ്റ വാക്യേ ഉള്ളൂ. വിദ്യാഭ്യാസമുള്ള വിദ്യ വിദ്യാർത്ഥി. നവപ്പൽ കുറെ ക്ലാസ്സിൽ ഇല്ലായിരുന്നോ? ഇല്ല, 2 ക്ലാസ് മിസ്സായി പോയിരുന്നു. സ്വരം കേട്ടതിന്റെ ഒരു കാലയളവ് കൂടുതലാണെന്ന് തോന്നി. റമദാനൊക്കെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി അവസാനിക്കുമ്പോഴത്തേക്ക് ഈ ഇടയ്ക്ക് പിന്നെ ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഞാൻ ആബ്സെന്റ് ആയിരുന്നു ഒന്നും ആരും ഓർമ്മയുണ്ടാവില്ല. എനിവേ, അപ്പൊ ത്വലബ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വസ്റ്റ് ചെയ്തു, തേടി, ആവശ്യപ്പെട്ടു, അർത്ഥിച്ചു, അഭ്യർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അഭ്യർത്ഥിച്ചു അല്ലെങ്കിൽ അർത്ഥിച്ചു. എൽമ് വിജ്ഞാനം രണ്ടും കൂടെ ചേർത്ത് മലയാളത്തിൽ പറയുന്നത് വിദ്യാർത്ഥി. വിദ്യയെ യാചിക്കുന്നവനെന്നാണ്. നീ വിദ്യയെ യാചിക്കുന്നവനെ പോലെ ഇരിക്കൂ. അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ്. അവിടെ ഹാദിഹിൽ ജിൽസത്ത് എന്ന് പറഞ്ഞ എന്താണ്? ക്രിയാധാതുവിനെ ഉപയോഗിച്ചതാണ്. നേരത്തെ തജ്ലിസു എന്ന് ചോദിച്ച ആ ഇരുത്തം, നീ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ക്രിയയുടെ ക്രിയാധാതു ഉപയോഗിച്ചതാണ്. അതിന്റെ ഇരുത്തത്തിന്റെ ഇനം അല്ലെങ്കിൽ രീതി പറയാൻ വേണ്ടിയാണ് ക്രിയാധാതു ഉപയോഗിച്ചത്. അഹ്മദ് സമഅൻ വതാഅ. സമഅൻ വതാഅ, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അപ്പൊ സമഅൻ ത്വാഅത്ത് എന്ന് പറഞ്ഞ എന്താണ്? ഫേല് മാദിയാണോ മുളാരിയാണോ അമ്രാണോ? എല്ലാം ക്രിയാധാതുക്കൾ. ഡോക്ടറിന്റെ ഗിഫ്റ്റ് കിട്ടി കേട്ടാ. ഇന്നലെ കിട്ടി, ഞാനിവിടെ ഇന്ന് തിരിച്ചെത്തി. ജസാക്കല്ലാഹു ഖൈറൻ. അപ്പൊ സമഅൻ ത്വാഅത്ത് എന്താണ്? ക്രിയാധാതുവാണ്. അപ്പൊ ഇവിടെ എന്താണ് ക്രിയാധാതു എന്ന് ചോദിച്ചാല്, പിന്നെ ഇത് എന്താണ്? മഫ്ഊൽ മുത്തലഖായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മഫ്ഊൽ മുത്തലഖ് എന്നാണ് അതിനും പറയുക. അപ്പൊ ഇവിടെ ഉപയോഗിച്ചത് മസ്ദർ മാത്രമാണ് ഉപയോഗിച്ചത്. മസ്ദർ മാത്രം ഉപയോഗിച്ചു. നമ്മൾ സംസാരിക്കുമ്പോ പറഞ്ഞല്ലോ ശുക്രൻ. ഡോക്ടർ പറഞ്ഞില്ലേ ശുക്രൻ, ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞാണ് അല്ലേ? അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ശുക്രൻ പറയും. എന്താ ശുക്രന്റെ അർത്ഥം? ശുക്രൻ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ അതിന്റെ ആശയം? അഷ്കുറുക്ക എന്നാണ്. അഷ്കുറുക്ക, അഷ്കുറുക്ക. അപ്പം ക്രിയയ്ക്ക് പകരമാണ് ക്രിയാധാതു ഉപയോഗിക്കുന്നത്. സമഅൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ സമഅൻ എന്ന് പറഞ്ഞാൽ ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമിഅ്തു വ അതഅ്തു. ഞാനിതാ കേട്ടിരിക്കുന്നു, അനുസരിക്കുന്നു. അപ്പൊ ഫേല് പറയുന്നതിന് പകരം എന്ത് ചെയ്യും? മസ്ദർ ക്രിയാധാതു ഉപയോഗിക്കും. ഓക്കെ. അൽ മുദരിസ് അൽ ആന ഉംലി അലൈക്കും കലിമാത്തിൻ മിന ദർസി ഇംലാഅൻ ഫക്തുബു. ഫക്തുബു. അപ്പൊ എന്താ പറഞ്ഞത്? അൽ ആന, നൗ. ഉംലി അലൈക്കും, ഉംലി അലൈക്കും, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പറഞ്ഞു തരുന്നു. കലിമാത്തിൻ, ചില വാക്കുകൾ, മിനദ്ദർസി, പാഠത്തു നിന്നും, ഇംലാഅൻ, എന്തായിട്ട്? ഇംലാ, പറയൽ. ആ, ഫക്തുബു, ഫക്തുബു, നിങ്ങൾ എഴുതൂ. ആ, ശരിക്കും എന്താണ് ഇംല എന്ന് പറഞ്ഞാൽ?
നമ്മൾ സാധാരണ ക്ലാസ്സിൽ ഇംല എന്ന് പറഞ്ഞാല് കേട്ടെഴുത്ത് എന്നാണ് ഇംല. കേട്ടെഴുത്ത്. ഇപ്പോഴൊന്നും കുട്ടികൾക്ക് കേട്ടെഴുത്ത് കൊടുക്കാറില്ല. കാരണം കുട്ടികൾ ഇനി മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ട് കുട്ടിയെ കേട്ടെഴുത്തിന്റെ മാർക്ക് പറഞ്ഞാൽ എന്റെ കുട്ടിയെ നിങ്ങൾ പൊതുസദസ്സിൽ ആക്ഷേപിച്ചെന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് 10 മാർക്ക് നമ്മൾ കേട്ടെഴുതിട്ടിട്ട് 10ന് 10 കിട്ടിയവരൊക്കെ കൈവെക്കാൻ പറയും. 9, 8, 7. അപ്പൊ കുട്ടി വേണമെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് പറയും എന്റെ അധ്യാപകൻ എന്നെ ഇത് അവഹേളിക്കുന്നു. അപ്പൊ നാളെ പെറ്റിഷൻ കൊടുക്കും. അതുകൊണ്ട് ഇപ്പൊ കേട്ടെഴുതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചർമാരും കൊണ്ട് പറയും ഡിക്റ്റേഷൻ എന്ന് പറയുന്ന സാധനമാണോ? അത് തന്നെ ഡിക്റ്റേഷൻ. ഇപ്പഴുണ്ടോ? ഉണ്ടെന്നുണ്ട്. അപ്പൊ അതാണ് ഇംല. അപ്പൊ ഡിക്റ്റേഷൻ ആണ്. ഈ വാക്ക് ഖുറാനിൽ വായിച്ചുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ വാക്ക് മീൻസ് ഈ പദം വേറെ ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടാകും ഖുറാനിൽ? വഹിയ തുംല അലൈഹി ബുക്രത്തൻ ഫാസീല എന്നോ അതോ ആ രീതിയിൽ എന്തോ വന്നിട്ടുണ്ട്. തുംല അലൈഹി എന്നുള്ള വാക്കുണ്ട്. ഇല്ലേ? വഖാലു അസാത്തീറുൽ അവ്വലീൻ, ഫുർഖാൻ. വഖാലു അസാത്തീറുൽ അവ്വലീൻ, അവർ പറഞ്ഞു ഇത് പൂർവികരുടെ കെട്ടുകഥയാണ്. ഇക്തതബഹ, അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ എഴുതിയിരിക്കുന്നു. ഫഹിയ തുംല അലൈഹി, അദ്ദേഹത്തിന് എന്ത് ചെയ്ത് കൊടുക്കുന്നു? പറഞ്ഞു കൊടുക്കപ്പെടുന്നു. തുംല ഇംല ചെയ്യപ്പെടുന്നു. ബുക്രത്തൻ വസീല, രാവിലെയും വൈകുന്നേരവും. അപ്പോ അംല യുംലി, അഞ്ചല യുംസിൽ ഗ്രൂപ്പ്. ഇല്ല, ഡിക്റ്റേറ്റ് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അൽ ആന ഉംലി അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരും കലിമാത്തിൻ, പദങ്ങൾ, ദർശി പാഠത്തിൽ നിന്നും, ഇംല അൻ, എന്തിനാണ്? കേട്ടെഴുത്തിനായി. അപ്പൊ എന്തിനാണ് വായിച്ചത്? ആ ഇനത്തെ പറയുന്നതിന് വേണ്ടിയാണ്, അതിന്റെ ഇനത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. ഇംല എന്ന നിലയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇംല എന്ന നിലയിലാണ്. ഫക്തുബു, ടേക്ക് ഡൗൺ ഓർ റൈറ്റ് ഡൗൺ. ഉസാമ, മഹ്ലൻ യാ ഉസ്താദ്. മഹ്ലൻ യാ ഉസ്താദ്. മഹ്ലൻ എന്ന് പറഞ്ഞാൽ എന്താ? സാവധാനം. അഹ്ലനല്ല, മഹ്ലനാണ്. യാ ഉസ്താദ്. ലമ്മ നസ്തഇദ്, ലമ്മ നസ്തഇദ്. നസ്തഇദ് എന്താണ്? റെഡിയാകും. ഇസ്തഅദ്ദ, റെഡിയായി. ലമ്മ നസ്തഇദ്, നോട്ട് യെറ്റ്, വി ഡിഡ് നോട്ട് പ്രിപ്പയർഡ്, വി ആർ നോട്ട് പ്രിപ്പയർഡ്, ഞങ്ങൾ റെഡി ആയിട്ടില്ല. മഹ്ലൻ, സാവധാനത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അംഹിൽ എന്നതിന്റെ ക്രിയാധാതുവായിട്ടാണ് മഹ്ലൻ ഉപയോഗിച്ചത്. മഹ്ലൻ. അപ്പൊ എന്താ? അങ്ങനെ മഹ്ലൻ എന്ന അംഹിൽ എന്നതിന്റെ, അംഹിൽ എന്ന ക്രിയയ്ക്ക് പകരമാണ് ചെയ്തിരിക്കുന്നത് ക്രിയാധാതു ഉപയോഗിച്ചത്. ക്രിയയ്ക്ക് പകരം ക്രിയാധാതു ഉപയോഗിച്ചിരിക്കുകയാണ്. ലമ്മ നസ്തഇദ്, ഇപ്പൊ ഞങ്ങൾ ഇതുവരെ അറിയായിട്ടില്ല. അപ്പൊ ആ ലമ്മയുടെ പ്രയോഗം കൂടി, അതേപോലെ ഈ പാഠം നിങ്ങൾ ആവർത്തിച്ച് വായിച്ചാൽ നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാനുള്ള വാക്കുകൾ ഈ പാഠങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും.
ഓക്കെ, ഇനി അതിന്റെ എക്സസൈസും മറ്റ് വിശദീകരണങ്ങളിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പൊ ഒരാള് സാവധാനം ചെയ്യേണ്ട ഒരു സംഗതിയാണ് അംഹിൽ എന്ന് പറയാൻ പറ്റുമോ? സാവധാനം അംഹിൽ ഡ്രൈവ്. അംഹിൽ എന്ന് പറയാം, പക്ഷേ യൂസേജിൽ എന്താ പറയേണ്ടതെന്നാ പറഞ്ഞത് ഇപ്പം? മഹിലൻ മഹിലൻ എന്ന് പറയാമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ യൂസേജും പഠിക്കുകയാണ്, അതിന്റെ യൂസേജിന്റെ ഗ്രമറ്റിക്കൽ റൂളും പഠിക്കുകയാണ്. മഹിലൻ എന്ന് നമുക്ക് ഉപയോഗിക്കാം, അതാണ് മഹിലൻ എന്ന് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നും പഠിച്ചു. ഖുർആനിൽ എന്ത് ഉപയോഗിച്ചു? അംഹിൽ ഹും റുവൈദ എന്ന് പറഞ്ഞു. മഹിലിൽ കാഫിരീൻ അംഹിൽ ഹും റുവൈദ. അംഹിൽ എന്നും പറയാം, മഹിലൻ എന്നും പറയാം. മാളി എന്തോന്ന് മാളി മഹിലൻ മഹിൽ അതായത് നമ്മള് പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്തോളം അജാബിന്റെ മാവി എന്താ? ആ ഘടനയിലല്ല മാവി വരുന്നത്, അൽജബയാണ് ഉപയോഗിക്കുന്നത്. അൽജബയുടെ ക്രിയാധാതു താജീബാണ്. താജീബ് ഖുർആനിലെവിടെയും കാണാൻ പറ്റില്ല. ഭാഷയിൽ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഡിക്ഷണറിയിൽ താജീബ് ഉണ്ടാവും. നമ്മൾ പഠിക്കുമ്പോൾ പട്ടിക പഠിക്കുമ്പോൾ അൽജബ് താജീബ് എന്നാ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ അംഹല യുംഹിലു ഇംഹാലാണ് വരേണ്ടത്. അതിന് പകരമാണ് മഹലൻ എന്ന വാക്ക് ഉപയോഗിച്ചത്. അജീബ് അൽ അസ്ലത്തിലാത്തിയ പാഠം വായിച്ചാലും ഓർമ്മയുണ്ടോ? നേരെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. മറ്റാ ഖദിമൽ മുദരിസു മിന സഫർ. ഖദിമ വന്നു. എപ്പോഴാണ് മുദരിസ് വന്നത്? ഖദിമൽ ബാരിഹത. ബാരിഹ പറയുമ്പോഴത്തേക്ക് അതിന്റെ അവസാനം എന്ത് അടയാളം ഉപയോഗിക്കണമെന്ന് കൂടെ അറിയണം. ബാരിഹത്ത് നമ്മള് എന്തായിട്ടാ പറയുന്നത്? വർഫായിട്ടാ പറയുന്നത് ആ സമയത്ത്. അതുകൊണ്ട് ബാരിഹത്ത എന്നാണ് പറയുന്നത്. ഖദിമൽ ബാരിഹത. ثاني كم قراءة قرأ المدرس الدرس؟ كم قراءة قرأ المدرس الدرس؟ ഫിറാസിം വായിച്ചു? കാണുന്നുണ്ടോ? അപ്പൊ എന്താ അറബിയിൽ എന്താ പറയാ? ഖിറാഅത്തൈനി. ഖറഅ ദർസ ഖിറാഅത്തൈനി. അപ്പൊ നമ്മൾ മസ്ദർ ഉപയോഗിച്ചിട്ട് പറയണം. ഖറഅ ദർസ ഖിറാഅത്തൈനി. الثالث من الذي نبهه المدرس الجلوس جلسة مناسبة. ഇതിൽ നമുക്ക് കുറെ കാര്യം മനസ്സിലാക്കാനുണ്ട്, ചോദ്യത്തിൽ മനസ്സിലാക്കാൻ. നബ്ബഹ പഠിച്ചായിരുന്നു നമ്മള്. അത് തന്നെ, നബ്ബഹ ഉണർത്തി. അപ്പൊ അലാം ക്ലോക്കിന് എന്ത് പറയും? മുനബ്ബിഹ്. മുനബ്ബിഹ്. നബ്ബഹ നേരത്തെ പഠിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഈ പാഠത്തിന്റെ വൊക്കാബുലറി കൊടുത്തിട്ടുണ്ട്. എനിവേ, മനില്ലദീ നബ്ബഹു, ആരെയാണ് മുദരിസ് ഉണർത്തിയത്? നബ്ബഹുൽ മുദരിസു. മുദരിസ് ആരെയാണ് ഉണർത്തിയത്? ഉണർത്തിയെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതല്ല.
ഉറങ്ങുന്നല്ല എന്റെ അർത്ഥം, മറിച്ച് എന്താണ് അലർട്ട്. നമ്മൾ മലയാളത്തില് വാക്യം പറയുമ്പോഴത്തേക്ക് ഉണർത്തി എന്ന് പറയും, ഉണർത്തുന്നു എന്ന് പറയും. ആർന്നത് ഇതിൽ ജുലൂസി ജിൽസത്തൻ മുനാസിബത്തൻ. അപ്പം ജുലൂസും ജിൽസത്തിനും ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഇതാണ് ജലസ എജിലിസുവിന് ക്രിയാധാതു. നമ്മൾ എന്താ പഠിച്ചത്? ജലസ എജിലിസ് നമ്മളെ പട്ടിക പഠിച്ചിട്ടാന്ന് തോന്നുന്നു. ജലസ കുറച്ച് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ ജുലൂസാണ് ക്രിയാധാതു സാധാരണ പറയാറുള്ളത്, ജുലൂസ്. പക്ഷെ ജിൽസത്ത് മറ്റൊരു ക്രിയാധാതുവാണ്. അപ്പൊ അതിന്റെ ഇനം, രീതി ഒക്കെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ വ്യത്യസ്ത ക്രിയാധാതുക്കൾ ഉപയോഗിക്കും. അതിന് പലപ്പോഴും താഴെയുള്ള ക്രിയാധാതു വരും. അങ്ങനെയാണ് ലഅനൻ, ലഅനത്തൻ, ലഅനത്തും ലഅനും ഉണ്ട്. അപ്പൊ അതിനാണ് ഇവിടെ താഴെയുള്ള ക്രിയാധാതു ഉപയോഗിച്ചിരിക്കുന്നത്, ഇനം പറയാൻ വേണ്ടി. ജിൽസത്തൻ മുനാസിബത്ത്. മുനാസിബത്ത് എന്താണ്? മുമ്പ് നമ്മൾ എക്സസൈസിന്റെ ടൈറ്റിലൊക്കെ വന്നിട്ടുണ്ട് മുനാസിബത്ത്. ഉപയോഗപ്രദം. മുനാസിബത്ത് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ, അനുയോജ്യമായത്. മുനാസിബത്ത് അനുയോജ്യമായത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സാന്ദർഭികമായത്. സാന്ദർഭികം എന്ന അർത്ഥത്തിലും മുനാസിബത്ത് ഉപയോഗിക്കും. സന്ദർഭത്തിന് യോജിച്ച എന്ന അർത്ഥത്തിലാണ് വരുന്നത്. സന്ദർഭത്തിന് യോജിച്ച എന്നും ആ സ്ഥലത്തിന് യോജിച്ച എന്ന അർത്ഥത്തിലും മുനാസിബത്ത് എന്ന് പറയും. എന്താണ്? അഹ്മദിനെയാണ് നിർത്തി. അപ്പൊ എങ്ങനെ പറയും? അഹ്മദിനെയാണ് എന്നാദ്യം പറയണം. അഹ്മദ, ലീ അല്ല. അഹ്മദുല്ലദീ നബ്ബഹഹു. അഹ്മദു അല്ലദീ നബ്ബഹഹു. അഹ്മദിനെയാണ് നബ്ബഹഹു അൽ മുദരിസു, അധ്യാപകൻ ഉണർത്തിയത്. അവിടെയും പൂർണ്ണമായിട്ട് പറയണം ബാക്കി, അല്ലെങ്കിൽ ഈ സെൻറ്റൻസ് പൂർണ്ണമാവില്ല. ലിൽ ജുലൂസി ജിൽസത്തൻ മുനാസബത്തൻ. വറദ ഫി ഹാദിഹി വഹാദ ദർസി. പിന്നെ അതിന്റെ വിശദീകരണത്തിലേക്ക് പോയാ വറദ. വറദ എന്താണ്? തന്നിട്ടുള്ള. വറദ തന്നിട്ടുള്ള. തന്നിട്ടുള്ളന്നാ? നിങ്ങൾ മുനാസിബത്തായ മീനിങ് പറഞ്ഞാണ്. വറദ ഖുർആനിൽ വായിച്ചുള്ള ആരുണ്ട്? വറദൽ വാജിദത്ത. വറദൽ വാജിദത്ത. വറദൽ വാരിദത്തോ? വറദൽ വാരിദത്ത് വേറെ ആരും കേട്ടിട്ടുണ്ടോ? വറദൽ വാരിദത്ത് ഫലമ്മ വറദ മാഅ മദിയന. സൂറത്തുൽ ഖസസിൽ മൗറൂദ് വേറെയും വന്നിട്ടുണ്ട്. ആയത്ത് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും വന്നിട്ടുണ്ട്. താഹയിലോ മറിയമില ആ സ്റ്റൈലിലാണ് മെമ്മറിയിൽ വരുന്നത്. എന്തായിരുന്നാലും വറദ. അപ്പൊ എന്തായി? എന്താ അർത്ഥം? വറദ ഫീ ഹാദ ദർസി. ഈ ദർസിൽ വന്നിട്ടുണ്ട്. അംസിലത്തൻ ലിൽ മഫ്ഊലിൽ മുതലഖി. മഫ്ഊൽ മുതലഖിന്റെ അംസിലത്തൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ് അംസിലത്ത് എന്ന് പറഞ്ഞത്? ഇവിടെ ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പല ഉദാഹരണങ്ങൾ എന്ന അർത്ഥത്തിലാണ് വന്നത്.
പല ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉപയോഗിച്ചത്? അല്ലില്ലാതെ ഉപയോഗിച്ചിരിക്കുകയാണ്. നക്കിരയായിട്ട് പല ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. നിശ്ചിത ഉദാഹരണങ്ങളെന്നല്ല, പല ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് അൽ മഫ്ഊലുൽ മുത്തലഖു. മഫ്ഊൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യം പറയുന്നത്. അൽ മഫ്ഊൽ മുത്തലഖു മാഹിയൽ മഫ്ഊൽ മുത്തലഖു എന്ന ചോദ്യത്തിന്റെ ഉത്തരവാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ തഅരീഫ് എന്ന് പറയും. തഅരീഫ് എന്ന് പറഞ്ഞാൽ നിർവചനം, ഡെഫിനിഷൻ. അതിന്റെ തഅരീഫാണ് പറയുന്നത്. അൽ മഫ്ഊൽ മുത്തലഖു മസ്ദറുൻ. അതെന്താണ്? മസ്ദറാണ്, ക്രിയാധാതുവാണ്. യുദ്കറു ബഅദ ഫിഅലിൻ. യുദ്കറു എന്ന് പറഞ്ഞാൽ ദിക്ർ ചെയ്യപ്പെടും, പരാമർശിക്കപ്പെടും. മെൻഷൻഡ്, ടു ബി, വിൽ ബി മെൻഷൻഡ്. യുദ്കറു ബഅദ ഫിഅലിൻ, ആഫ്റ്റർ ദ വെർബ്. ക്രിയയ്ക്ക് ശേഷം അത് പറയപ്പെടും. മിൻ ലഫ്ളിഹി, അതിന്റെ പദത്തിൽ നിന്ന്. ഏതിന്റെ പദത്തിൽ നിന്ന്? ഫിഅലിന്റെ പദത്തിൽ നിന്ന്. മിൻ ലഫ്ളിഹി. ലഫ്ള് എന്ന് പറഞ്ഞാൽ വേർഡ്, പദം. ലഫ്ള് പദം. മിൻ ലഫ്ളിഹി, ആ പദത്തിൽ നിന്നും ഉള്ള മസ്ദർ പറയും. എന്തിനാണ്? തഅക്കീദൻ ലിമഅനാഹു. തഅക്കീദ് എന്താ? അക്കദ യുഅക്കിദു തഅക്കീദ്, ഊന്നി പറഞ്ഞു. അക്കദ യുഅക്കിദു തഅക്കീദ്, ഊന്നി പറഞ്ഞു. തഅക്കീദൻ ലിമഅനാഹു, അതിന്റെ അർത്ഥത്തിന് ഊന്നി പറയുന്നതിന് വേണ്ടി. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? തഅക്കീദൻ ലിമഅനാഹു, അതിന്റെ അർത്ഥത്തെ ഊന്നി പറയുന്നതിന് വേണ്ടി. ഔ ബയാനൻ ലിഅദദിഹി, അല്ലെങ്കിൽ ബയാൻ എന്താ? വ്യക്തമാക്കൽ. ബയാൻ. അപ്പൊ ബയാന്റെ മാള് എന്തായിരിക്കും? ബയ്യനയാണ്, ബയ്യന. പക്ഷെ ബയ്യന ആ രീതിയിലല്ല അതിന്റെ ക്രിയാധാതു ഉപയോഗിച്ചിരിക്കുന്നത്. തബീനാണ് അതിന്റെ ക്രിയാധാതു. അതിന് പകരമാണ് ബയാൻ ഉപയോഗിക്കുന്നത്. ചില വാക്കുകൾക്ക് അങ്ങനെ ഉപയോഗിക്കും. അപ്പൊ ബയാനൻ ലി അദദിഹി, അതത് എന്താ? എണ്ണം, നമ്പർ. അതിന്റെ എണ്ണം വ്യക്തമാക്കുന്നതിന് വേണ്ടി. അപ്പൊ രണ്ടാമത്തെ ഉപയോഗം മഫ്ഊൽ മുത്തലഖിന്റെ ഒന്നാമത്തെ ഉപയോഗം തഅക്കീദാൻ, രണ്ടാമത്തെ ഉപയോഗം ബയാനൻ ലി അദദാണ്. ഔ ബയാനൻ ലി നൗഇഹി, അല്ലെങ്കിൽ ബയാനൻ ലി നൗഇഹി, അതിന്റെ ഇനം വ്യക്തമാക്കുന്നതിന് വേണ്ടി. നൗഅ്, ഇനം, നൗഅ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കോമൺ യൂസേജിൽ ഉപയോഗം വരുന്ന വാക്കുകളാണ് കേട്ടോ. അതത്, നൗഅ്, മഅന, അർത്ഥം, എണ്ണം, നൗഅ്, ഇനം. അപ്പൊ നമ്മൾ ഒരു ആപ്പിൾ വാങ്ങിക്കാൻ പോയി, അല്ലെങ്കിൽ ഒരു മാങ്ങ വാങ്ങിക്കാൻ പോയി, അല്ലെങ്കിൽ ചക്ക വാങ്ങിക്കാൻ പോയി. അപ്പൊ നമുക്ക് ചോദിക്കാം അയ്യിനോഹദ, ഇത് എന്ത് ഇനത്തിലുള്ളതാണ്? തമർ വാങ്ങിക്കാൻ പോയി, അപ്പൊ അതിന്റെ ഇനം ചോദിക്കാം. വഖദ് യകൂനു നായിബൻ അൻ ഫിഅലിഹി. വഖദ് യകൂനു, ഖദിന് ശേഷം മുളാരിയാണെങ്കിൽ ഖദിന്റെ മീനിങ് എന്തായിരിക്കും? സംടൈംസ്, ചിലപ്പോൾ. ഖദ് യകൂനു, ചിലപ്പോൾ അതാകും നായിബൻ അൻ ഫിഅലിഹി,
നായിബാവും. നായിബ് എന്താണ്? ഡെപ്യൂട്ടി. പ്രതിനിധി. പ്രതിനിധി. നായിബൻ അൻ ഫഅലിഹി, ഫഅലിന് പകരമായി വരും. അതാണ് ശുക്രൻ, സമഅൻ വ തഅതൻ എന്നൊക്കെ പറഞ്ഞത്. നായിബുൽ ഫാഹിൽ എന്ന് പറയുന്നത്. നായിബുൽ ഫാഇൽ, ഫാഇലിന്റെ പകരമായിട്ട് വരുന്നത്. ഇവിടെ നായിബൻ അൻ ഫഅലിഹി, ഇവിടെ ക്രിയയ്ക്ക് പകരമായിട്ട് വരും. അപ്പം സമയത്തു എന്ന് പറഞ്ഞതിന് പകരമാണ് സമഅൻ എന്ന് പറഞ്ഞത്. അതായത്തു എന്ന് പറഞ്ഞതിന് പകരമാണ് തഅതൻ എന്ന് പറഞ്ഞത്. അത് നേരത്തെ പറഞ്ഞ പോലെയാണ്. താഴത്ത് എന്ന് പറഞ്ഞ ക്രിയാധാതു, അല്ല എന്ന പദം, അതെ ക്രിയാധാതു. താഴത്ത് എന്തിന് പകരമാണ് വന്നിരിക്കുന്നത്? അതാഴത്തുവിന് പകരമാണ് വന്നിരിക്കുന്നത്. അത്താഴയുടെ ക്രിയാധാതു എന്താ? അത്താഴ ക്രിയാധാതു ഈ താഴത്ത് എന്നാണ്. പക്ഷെ അതിന് പകരം താഴത്ത് ഉപയോഗിക്കും. അപ്പോ ഇതൊക്കെ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുക. ഒന്നെന്താണ്? തഅക്കീദൻ ലിമഅനാഹു ഔ ബയാനൻ ലിഅദദിഹി ഔ ബയാനൻ ലിനൗഇഹി ഔ നായിബൻ, അല്ലെ വഖദ് യകൂനു നായിബൻ അൻ ഫഅലിഹി, ചിലപ്പോൾ ക്രിയയ്ക്ക് പകരമായും അത് വരും. ഫൽ അവ്വലു, ഒന്നാമത്തേത്, നഹ്വു, പോലെയാണ്. നഹ്വു എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ് കേട്ടോ. ഫൽ അവ്വലു നഹ്വു, ഒന്നാമത്തേത് ഇനി പറയുന്നത് പോലെയാണ്. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, അല്ലാഹ് എന്ത് ചെയ്തു? അപ്പൊ എന്തായിരിക്കും? ഒന്നാമത്തെ ഇതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, കല്ലമ അല്ലാഹു മൂസ തക്ലീമൻ എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? തഅക്കീദൻ ലിമഅനാഹു എന്നാണെങ്കിൽ എന്താ അർത്ഥം? അല്ലാഹു മൂസയോട് പറഞ്ഞു. ഉറപ്പായും സംസാരിച്ചിട്ടുണ്ട്. ഉം. അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിയോട് സംസാരിക്കുക തന്നെ ചെയ്തു. അതാണ് തഅക്കീദൻ. ഒന്നാമത് പറഞ്ഞു മിൻ ലഫ്ലിഹി തഅക്കീദൻ ലിമഅനാഹു, അതാണ് കല്ലമ അല്ലാഹു മൂസ തക്ലീമ. വസ്സാനി, രണ്ടാമത്തെ ഉദാഹരണം, നഹ്വു വറബനിയൽ വലതു വറബാത്തിൻ. വറബനിയൽ വലതു വറബാത്തിൻ. രണ്ടാമത്. അപ്പൊ എത്ര അടി അടിച്ചു? ഒരുപാട് അടി അടിച്ചു. ഒരുപാട് അവിടെ കിട്ടി. അലിഫിലാമില്ലാതെ നെക്കിറിയായിട്ട് പറഞ്ഞിരിക്കുകയാണ് ബഹുവചനം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഹാദിഹി ദർസി അംസിലത്തൻ ലിൽ മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞു, മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞു. അപ്പൊ അംസിലത്ത് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ. വറബനിയൽ വലതു വറബാത്തിൻ, ആ കുട്ടി എന്നെ കുറെ അടി അടിച്ചു. അപ്പം മഫ്ഊൽ മുത്ലഖ് വരുമ്പോഴത്തേക്ക് പിന്നെ അതിന്റെ ബഹുവചനം, സ്ത്രീലിംഗം, അങ്ങനെയൊക്കെ വരും. വിഭജനം. ഖിറാഅത്തൈനി നമ്മൾ പറഞ്ഞല്ലോ, ഖിറാഅത്ത് ഖിറാഅത്തൈനി, ഖിറാഅത്ത് മുദരിസു ഖിറാഅത്തൈനി എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു ഉദാഹരണം. മറ്റൊരു ഉദാഹരണം, തുബിഅൽ കിതാബു തബഅതൈനി. തുബിഅ പുതിയ വാക്കാണോ തുബിഅ? പഠിച്ചിട്ടുണ്ട്. പ്രിന്റ് ചെയ്തു എന്നല്ലേ? തുബിഅ ഖുർആനിലൂടെ വായിച്ചിട്ടുണ്ട്. തുബിയ ആയതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. തുബിയ ആയതുകൊണ്ട് ഓർമ്മ ഉണ്ടാവില്ല എവിടെ വായിച്ചൊന്നും. തുബിയ അല ഖുലൂബിഹിം, ഇല്ലേ? ഖുലൂബിഹിം മറദുൻ, ഖുലൂബിഹിം മറദുൻ. പിന്നെ അത് ഞാൻ മുമ്പുള്ള താഴത്തെ ആയത്തിലുണ്ടാവും.
ഈ അബ്സാരിഹിം എന്തായാലും അതിന്റെ ആ ഭാഗത്തുണ്ട് അവിടെ ബക്കറയുടെ ഫതുബിഅ അലാ ഖുലൂബിഹിം ഫഹും ലാ യഫ്ഖഹൂൻ. അല്ല ഇതിലായിരിക്കും, പിന്നെ എന്താ പറയാ, സൂറത്തുൽ മുനാഫിഖൂൻ. അപ്പൊ അവരെ ഹൃദയം എന്ത് ചെയ്തു? മുദ്ര വയ്ക്കപ്പെട്ടു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? തുബിഅൽ കിതാബു തബഅതൈനി, 2 പ്രാവശ്യം മുദ്രണം ചെയ്യപ്പെട്ടു. അതിനാണ് പ്രിന്റ് ചെയ്തെന്ന് ഉപയോഗിക്കുന്നത്. തുബിഅൽ കിതാബു തബഅതൈനി, 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 എഡിഷൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ഇംഗ്ലീഷിൽ പറയും. അപ്പൊ അതാണ് എന്ത് എണ്ണം പറയുന്നതിന് വേണ്ടിയുള്ളത്. വസ്സാലിസ്, മൂന്നാമത്തെ പറഞ്ഞത് ബയാനൻ ലിനൗഇഹി നഹ്വ് ഹഫിൾതുൽ ഖുർആന ഹിഫ്ളൻ ജയ്യിദൻ. ഹഫിൾതുൽ ഖുർആന ഹിഫ്ളൻ ജയ്യിദൻ, ഞാൻ എന്ത് ചെയ്തു? ഖുർആൻ ധാരാളം മനഃപ്പാടമാക്കി. ഹിഫ്ളൻ ജയ്യിദ്, ജയ്യിദ് എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ്. ജയ്യിദ് നല്ലതുപോലെ, ജയ്യിദ് എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ്. ഗുഡ്. സർട്ടിഫിക്കറ്റിലൊക്കെ ജയ്യിദ് ഉണ്ടാവും. ആദ്യത്തെ ജയ്യിദാണ്. ഏറ്റവും ലോ എന്ന് പറയുന്നത് മഖബൂൽ. സർട്ടിഫിക്കറ്റിൽ മഖബൂൽ, അക്സെപ്റ്റബിൾ. സെക്കൻഡ് വരുന്നത് ജയ്യിദ്. അക്സെപ്റ്റബിളിന്റെ മുകളിൽ വരുന്നത് ജയ്യിദ്, ഗുഡ്. അതിന്റെ മുകളിൽ വെരി ഗുഡ് ഉണ്ടാവും, ജയ്യിദ് ജിദ്ദൻ. അങ്ങനെ പോയി. പിന്നെ മുംതാസ് ജിദ്ദൻ. അപ്പോ അതേപോലെ ഹിഫ്ളൻ ജയ്യിദൻ, നന്നായി ഞാൻ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ഖറഅ അഹ്മദു ദർസ ഖിറാഅത ഫാഹിമിൻ. മറ്റൊരു ഉദാഹരണം, ഖറഅ അഹ്മദു ദർസ ഖിറാഅത ഫാഹിമിൻ. ഫാഹിം എന്താണ്? മനസ്സിലാക്കിയവൻ. ഫാഹിം. ഫാഹിം. അപ്പൊ അതിന്റെ മാളി എന്താണ്? ഫഹിമ. ഖിറാഅത്ത ഫാഹിമിൻ, മനസ്സിലാക്കി വായിക്കുന്നവന്റെ വായനയാണ് വായിച്ചത്. അപ്പൊ എന്താണ്? ആ വായനയുടെ ഇനമാണ് അഹ്മദ് ദർസ ഖിറാഅത്ത ഫാഹിമിൻ. അപ്പൊ അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഖിറാഅത്ത് ഉപയോഗിച്ചത്. വറാബിഉ, നാലാമത്തെ ദിനം, വഖദ് യകൂനു നായിബൻ അൻ ഫഇലിഹി, ക്രിയയുടെ പകരം വരുന്നത്. മഹ്ലൻ, റാബിഉ നഹ്വു മഹ്ലൻ. മഹ്ലൻ എന്ന് പറയുന്ന പോലെയാണ്. യുഖാലു ലഹു അൽ മസ്ദറു നായിബു അൻ ഫഇലിഹി. അൽ മസ്ദറു അൻ നായിബു അൻ ഫഇലിഹി എന്നാണ് പറയുന്നത്. ഫഅലിന് പകരം വന്ന ക്രിയാധാതു എന്നാണ് പറയുന്നത്. ഇംഹലിന് പകരമാണ് ഒന്നെന്ന് പറയുന്നത്. മഹല യംഹലു, ഇംഹൽ. അംഹലല്ല. നാബ അൻ ഫഇലിഹി ഇംഹൽ. ഇംഹലിന് പകരമാണ് മഹ്ലൻ വന്നത്. നാബ. നേരത്തെ പറഞ്ഞില്ലേ നാബ, നായിബ് പറഞ്ഞില്ലേ, അതിന്റെ ഫിഅൽ മാളി നാബയാണ്. നാബ യനൂബ്. വഖദ് യനൂബ, യനൂബ് തന്നെ വന്നിട്ടുള്ളൂ. യനൂബ് ചിലപ്പോൾ പകരം വരും. അനിൽ മസ്ദരി, മസ്ദറിന് പകരം വരും മാ യദുല്ലു അലൈഹി. അപ്പൊ മസ്ദറിന് പകരം ഈ മസ്ദർ വന്നല്ലേ പറഞ്ഞത്, ക്രിയാധാതു മഫ്ഊൽ മുത്തലക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത്. വഖദ് യനൂബു, ചില സന്ദർഭങ്ങളിൽ പകരമായി വരും. എന്ത് പകരമായി വരും?
വേറെ ചില സംഗതികൾ പകരമായി വരും. മാ യദുല്ലു അലൈഹി, അതിനെ അറിയിക്കുന്നതായ ചിലത്. ഏതിന്? നേരത്തെ പറഞ്ഞ മസ്ദറിനെ അറിയിക്കുന്നതായ വേറെ ചിലത് പകരമായി വരും. ഫയുഅത ഹുക്മഹു, ഫയുഅത ഹുക്മഹു ഫി കൗനിഹി മൻസൂബൻ. അപ്പൊ എന്ത് വിധിയാണ് അവിടെ നൽകപ്പെടുന്നത്? ഹുക്മഹു ഫി കൗനിഹി. കൗൻ എന്താണ്? കൗൻ എന്നൊരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? കൗനിന്റെ മാളി എന്താണ്? കാനോ? കാന ആണോന്നല്ല, കാന പഠിച്ചപ്പോൾ നമ്മൾ ക്രിയാതാത് കൗനെന്ന് പഠിച്ചിട്ടുണ്ട്. കായിനുൻ മക്കൂനുൻ കൗനുൻ. പക്ഷെ നമ്മൾ വേറെ എവിടെയും അത് ഉപയോഗിച്ച് കണ്ടില്ല. ഇവിടെ ഉണ്ട് അത്. ഭാഷയിൽ അങ്ങനെ ഉണ്ട്, വ്യാപകമായി ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫി കൗനിഹി, അപ്പൊ കൗനിന്റെ അർത്ഥം എന്തായിരിക്കും? കാനായിരുന്നു, കൗന് ആകൽ. ഏത് ആയത്? ആയതല്ല, ആകൽ. ഫത്തഹുൻ തുറക്കൽ. ഫത്തഹ തുറന്നു, ഫത്തഹുൻ തുറക്കൽ. കാനായിരുന്നു, കൗനുൻ ആകൽ. മൻസൂബൻ, മൻസൂബായിട്ടായിരിക്കും അത് അതിന്റെ വിധി ഉണ്ടാവുക, ഹുക്മ. അല അന്ന, എന്തുകൊണ്ടാണ് അത് വന്നത്? അല അന്നഹു മഫ്ഊലുൻ മുത്ലഖുൻ, അത് മഫ്ഊൽ മുത്ലഖായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാൽ അതിനെന്താണ്? മൻസൂബായിട്ടാണ് അത് അതിന്റെ വിധി ഉണ്ടാവുക. അത് മൻസൂബായിട്ടായിരിക്കും ഉണ്ടാവുക. ഉദാഹരണം എന്തൊക്കെയാണ്? മിൻഹ, അതിൽ പെട്ടവയാണ്. മിൻഹ, അതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടില്ല, ചിലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുല്ല് ബാദ് അയ്യ്, അപ്പൊ കുല്ല് അതായത് അതിൽപ്പെട്ട എല്ലാത്തിനെയും പറഞ്ഞിട്ടില്ല. അതിന് പകരമായി മഫ്ഊൽ മുത്ലഖിന് പകരമായി വരുന്ന മറ്റു ചില പദങ്ങളുണ്ട്, അവ എല്ലാം പറയുന്നില്ല. മിൻഹ, അവയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അവയിൽപ്പെട്ട ചിലതാണ് പറയാൻ പോകുന്നത്. അല്ലവൽ, ഒന്നാമത്തെ പട്ടിക, അൽ മജ്മുഅത്തുൽ ഊല, ഒന്നാമത്തെ ഗ്രൂപ്പ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഒന്നാമത് പറയുകയാണ്. എന്താണ്? കുല്ല് ബാദ് അയ്യ്. കുല്ല് ബാദ് അയ്യാണ് അതിൽപ്പെട്ട ചിലത്. മഫ്ഊൽ മുത്ലഖിന്റെ സ്ഥാനത്ത് വരുന്ന മറ്റു ചില പദങ്ങൾ, അതിൽപ്പെട്ടതാണ് കുല്ല് ബാദ് അയ്യ്. അപ്പൊ എന്തായിരിക്കും? കുല്ലിന് ശേഷം അവിടെ മസ്ദർ ഉണ്ടാവും. പക്ഷെ ഈ മസ്ദർ മഫ്ഊലിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും വരിക? കുല്ല് ബാദ് അയ്യ് ആയിരിക്കും വരിക. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അത് കുല്ല് ബാദ് അയ്യ് മുളാഫത്തൻ ഇലൽ മസ്ദരി, അത് മസ്ദറിനോട് എന്തായിരിക്കും? മുളാഫത്തായിട്ടായിരിക്കും വരിക. എന്ന് പറഞ്ഞാൽ കുല്ല് ബാദ് അയ്യ് മുളാഫും മസ്ദർ മുളാഫിൻ ഇലൈഹിയുമായിട്ടായിരിക്കും വരിക. അപ്പൊ മുളാഫ് ഇലൈഹി എന്ന് പറയില്ലേ? ഇവിടെ ഉദാഹരണം പറയും. ആഖദനിയൽ മുദീറു, ആഖദനിയൽ മുദീറു. മുദീർ എന്ത് ചെയ്തു? ആഖദ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശിക്ഷിച്ചു, പണിഷ് ചെയ്തു. ആഖദനിയൽ മുദീറു, പ്രിൻസിപ്പൾ എന്നെ ശിക്ഷിച്ചു. ബഅദൽ മുആഖദതി, ചില ശിക്ഷകൾ, സം ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്. അപ്പൊ എന്താണ്? ആഖദയുടെ മഫ്ഊല് ആയിട്ടാണ് ബഅദ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് എന്ത് മഫ്ഊൽ എന്ന് പറയും? മഫ്ഊൽ മുത്ലഖ് എന്നാണ് പറയുക. മഫ്ഊൽ മുത്ലഖിന്റെ സ്ഥാനത്താണ് അത് വന്നിരിക്കുന്നത്.
കാരണം എന്താ? ഈ ബഅദിനെ ആഹദയുടെ മസ്ദറായ മുആഖദത്തിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. അതൊരു ടെക്നിക്കൽ ഇതായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതൊരു ടെക്നിക്കൽ പേരാണ്, ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. ആഹദയുടെ മഫ്ഊൽ ബിഹി ആയിട്ട് ബഅദാണ് വന്നിരിക്കുന്നത്. ആ ബഅദിന് ശേഷം ആഹദയുടെ മസ്ദർ ഉണ്ടാവും. ആ മസ്ദറിനെ ബഅദ് വന്നാൽ എന്തായിരിക്കും? കുല്ല് ബഅദ് അയ്യൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശേഷമുള്ളതിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടല്ലേ വരുള്ളൂ. ജെറിൽ നമ്മൾ എന്താണ് നിർബന്ധമായും ജെറിൽ വരുന്ന സന്ദർഭങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പൽസറി ഇളാഫത്ത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പട്ടികപ്പെട്ടതാണ് കുല്ല് ബഅദ് അയ്യ്. അതിനെ ഇളാഫത്ത് ചെയ്തിട്ടായിരിക്കും വരിക. സമയം പറയുന്ന ആളില്ലേ? പോയോ? എന്താ മുദീറു ബഅദൽ മുആഖദത്ത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത് യൂസേജിന്റെ ഒരു സംഗതി കൂടെ ഇവിടെ മനസ്സിലാക്കാനുണ്ട്. ആഖദനിയൽ മുദീർ, ദ പ്രിൻസിപ്പൽ പണിഷ് മീ സം ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്സ്. സ്പെസിഫിക് ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. മറിച്ച് എന്താണ്? ചില തരത്തിലുള്ള പണിഷ്മെന്റ്. അങ്ങനെ നമുക്ക് ഈ വാക്ക് ബാഗ് ഉപയോഗിക്കാം. ബാലിന്റെ കൂടെ മസ്ദർ ഉപയോഗിക്കാം. സം ടൈപ്പ് ഓഫ് എന്തല്ല, സ്പെസിഫിക് അല്ല. ഓക്കെ. ആരിഫുഹു കുല്ലൽ മാരിഫത്തി. ആരിഫുഹു കുല്ലൽ മാരിഫത്തി എന്താർത്ഥം? എനിക്ക് അവനെ പൂർണ്ണമായും അറിയാം. പൂർണ്ണമായും അറിയാം. കുല്ലൽ മാരിഫത്തി, നല്ല അറിവുണ്ട്. ഇപ്പൊ മാരിഫയുടെ പിന്നെ കുല്ലാണ്. അതുകൊണ്ട് അതിന് നസ്ബ് ചെയ്തിട്ടുണ്ട് വന്നിരിക്കുന്നു. പിന്നെ ആ കുല്ലിന്റെ മുത്തലഖാണ് ആകാനുള്ള കാരണം കുല്ലിന് അതിന്റെ മസ്ദറിലേക്ക്, നേരത്തെ വന്ന പേരിന്റെ മസ്ദറിലേക്ക്. അപ്പൊ ഇവിടെ എന്താണ്? ആ ഇനം വ്യക്തമാക്കുന്ന ആരഫയുടെ ക്രിയാധാതുവുള്ള താഴെയുള്ള ക്രിയാധാതു വന്നിരിക്കുന്നത്. ഇർഫാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രിയാധാതുവിന്റെ ആരഫയായിരിക്കും ഇർഫാൻ. വ മഅരിഫത്തുൻ താഴെയുള്ള ക്രിയാധാതു. ഓക്കെ. വസയഅലമുൽ ലദീന ളലമു അയ്യ മുൻകലബിൻ യൻകലിബൂൻ. ഏതൊന്നാണ് എന്നത് കേട്ടോ. യഅലമുൽ ലദീന ളലമു വസയഅലമുൽ ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ തീർച്ചയായും ഭാവിയിൽ മനസ്സിലാക്കും എന്നാണ് സായുടെ അർത്ഥം. സാ എന്ന് പറഞ്ഞാൽ ഷുവർലി എന്നാണ് അതിന്റെ മീനിങ്. പിന്നെയാണത് ഭാവിയിലേക്കുള്ളതായി മാറുന്നത്. സയഅലമുൽ ലദീന ളലമു, അക്രമം ചെയ്തവർ അനധിവിദൂര ഭാവിയിൽ തന്നെ, ഭാവിയിലാണ്, പക്ഷേ നോട്ട് വെരി ലോങ്, നോട്ട് വെരി ഫാർ, വളരെ ദൂരെയല്ല, വളരെ അകലത്തല്ല, അല്ലാത്ത അവർ മനസ്സിലാക്കും. അയ്യ മുൻകലബിൻ യൻകലിബൂൻ. മുൻകലബ് എന്താണ്? മുൻകലിബിൻ എന്താണ്? മുൻകലബ് എന്താണ്? മടക്കം. രണ്ടർത്ഥം പറഞ്ഞില്ല നമ്മള്. തിരിഞ്ഞു മടങ്ങി. അപ്പം മുൻകലബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മടക്കപ്പെടുന്നത്. മടക്കപ്പെടുന്ന. അയ്യ മുൻകലബിൻ യൻകലിബൂൻ, ഏത് മടക്കപ്പെടുന്നതിലേക്കാണ് അവർ മടക്കപ്പെടുന്നത് എന്ന്. അപ്പൊ അയ്യ ഏതൊന്ന് എന്ന അർത്ഥത്തിൽ ആണ് വന്നിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം അയ്യ നോമിൻ തനാം. അയ്യ നോമിൻ തനാം എന്തായിരിക്കും അർത്ഥം? മക്കൾക്ക് എന്താ ചോദിക്കുന്നത്?
എന്തൊരു ഉറക്കാണ്. ഇങ്ങനത്തെ കുട്ടികളോട് ഉറക്കമാണോ? എന്താ ചോദിക്കുന്നത്? എന്തുറക്ക ഉറങ്ങുന്നത്? ആ ആ ഇതെന്താ ചെറുക്കം. അത് തന്നെ. അപ്പൊ അയ്യനോമിൻ തനാം. അപ്പൊ അവിടെ ചോദ്യമായതുകൊണ്ട് തനാമു അയ്യനോമിൻ എന്നാണ്. ചോദ്യമായതുകൊണ്ട് ചോദ്യത്തിന്റെ പദം മുമ്പേ കൊണ്ടുവന്നാണ്. അത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചോദ്യമായതുകൊണ്ട് ചോദ്യത്തിന്റെ പദം മുമ്പേ കൊണ്ടുവരും. തനാമു അയ്യനോമിൻ എന്നാണ്. ഓക്കെ, അവിടെ നമ്മൾ നിർത്താം. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാ? ഖുർആൻ വായിച്ചിട്ട് മസ്തറുകൾ കണ്ടെത്തുക. ആ മസ്തറുകൾ മഫ്ഊല് മുത്തലക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അവിടെ ആ ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഗ്രഹിക്കുക. അങ്ങനെ ഖുർആൻ വായനയുടെ അടുത്ത തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. പരിപ്ലവമായ വായനയിൽ നിന്നും ഓരോ പടി നമ്മൾ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലുക. അപ്പോൾ നമ്മൾ എവിടെ എത്തും? മലക്കുകളുടെ കൂടെ എത്തും. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅ സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആനിൽ അവഗാഹം നേടിക്കൊണ്ട് വായിക്കുന്നവൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ, സഫറത്തിൽ കിറാമിൽ ബററയോടൊപ്പമായിരിക്കും. സഫറത്തുൽ കിറാമിൽ ബററ എന്ന് പറഞ്ഞാൽ ആരാണ്? സൂറത്തു മലക്കും അബസിൽ പറഞ്ഞിട്ടുണ്ട്. ബി ഐദി സഫറത്തിൻ, ഖാല അല്ലാഹു തആല ബി ഐദി സഫറത്തിൻ. ഈ ഖുർആൻ ബി ഐദി സഫറത്തിൻ, സന്ദേശവാഹകരുടെ കൈകളിലാണ്. ബി ഐദി സഫറത്തിൻ കിറാമിൻ ബററ, അവർ കിറാമും ആദരണീയരും ബററ പുണ്യവാന്മാരുമാണ്. അല്ലാഹ് സുബ്ഹാനഹു വ തആല അത്തരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതിനുവേണ്ടി നമ്മൾ അത്യധികം പണിയെടുക്കേണ്ടതുണ്ട്. ഖുർആൻ നമ്മൾ വായിക്കണം, വീണ്ടും ആഴത്തിൽ വായിക്കണം, വീണ്ടും ആഴത്തിൽ വായിക്കണം, വീണ്ടും ആഴത്തിൽ വായിച്ചാലേ അവിടെ നമ്മൾ എത്തുള്ളൂ. പാരായണം അല്ലെങ്കിൽ പദ്യം ചൊല്ലൽ, സൂറത്ത് ചൊല്ലൽ ഒന്നുമല്ല വേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ വായനയൊക്കെ ഇത്തരത്തിലാക്കി മാറ്റട്ടെ. കബൂൽ ചെയ്യട്ടെ. നമ്മളിൽ നിന്നും അല്ലാഹ് നമ്മുടെ ആ വായനകൾ, ഖിറാഅത്തുകൾ, തിലാവത്തുകൾ ഒക്കെ സ്വീകരിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അബ്ദുള്ള സാഹിബ് ഉണ്ടില്ലല്ലേ? അബ്ദുള്ള സാഹിബ് പോയോ? ഓക്കെ, മനസ്സിലാവും.